തിരുവനന്തപുരം വർക്കലയിൽ ഭക്ഷണം വാങ്ങി നൽകി യുവാവിന്റെ മൊബൈൽ ഫോൺ കവർന്ന മോഷ്ടാവ്. സമീപത്തുണ്ടായിരുന്ന മറ്റു ബൈക്കും കൊണ്ടാണ് മോഷ്ടാവ് മുങ്ങിയത്. വർക്കല നഗരസഭയുടെ വാഹന പാർക്കിംഗ് ജീവനക്കാരനായ സുരേഷിന്റെ ഫോണാണ് കവർന്നത്. ഗോപാൽ ശീലാസനിൽ വിവരങ്ങൾ നൽകും. ഗോപാൽ, ഇതെങ്ങനെയായിരുന്നു ഈ മോഷണം? സ്മൃതി, ഇന്നലെ വൈകുന്നേരമാണ് ഈ സംഭവം അതിന്റെ തുടക്കം. ഇന്നലെ വൈകുന്നേരം വർക്കല നഗരസഭയ്ക്ക് സമീപത്തുള്ള വാഹന പാർക്കിങ്ങിന്റെ സൂക്ഷിപ്പുകാരനായ സുരേഷിനെ ഈ മോഷ്ടാവെന്ന് സംശയിക്കുന്നയാൾ സൗഹൃദം നടിച്ച് ബന്ധപ്പെടുകയും തുടർന്ന് ഇരുവരും തമ്മിൽ ഏറെ നേരം സംസാരിച്ചിരിക്കുകയും ഈ സുരേഷിന് ഈ പ്രതിയായിട്ടുള്ള വ്യക്തി തന്നെ ഭക്ഷണം വാങ്ങി കൊടുക്കുകയും ചെയ്തു. ശേഷവും രാത്രി ഏറെ നേരം ഇരുവരും തമ്മിൽ സംസാരിച്ചിരുന്നിരുന്നു. പുലർച്ചെ 3:15 ഈ സുരേഷ് ഉറങ്ങിപ്പോയ സമയത്താണ് അയാളുടെ കൈവശം ഉണ്ടായിരുന്ന മൊബൈൽ ഫോൺ മോഷ്ടിച്ചുകൊണ്ട് പ്രതി മുങ്ങുന്നത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ, അതായത് ഈ പ്രതി ആരാണ് എന്ന് സംബന്ധിച്ച CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇയാൾ മറ്റൊരു ബൈക്ക് കൂടി അവിടെ നിന്ന് മോഷ്ടിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയുണ്ടായി. അവിടെ തന്നെയുള്ള വർക്കല സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ ബൈക്കാണ് ഈ പ്രതി മോഷ്ടിച്ചിരിക്കുന്നത്. അദ്ദേഹം ജോലിക്ക് പോയതിനു ശേഷം വർക്കല റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയപ്പോഴാണ് ഇത്തരത്തിൽ ബൈക്ക് മോഷണം പോയതായി മനസ്സിലാകുന്നത്. തുടർന്ന് പാർക്കിംഗ് ഏരിയയുടെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഈ ബൈക്കും മോഷ്ടിച്ചിരിക്കുന്നത് പ്രതിയാണ് എന്ന് തന്നെ മനസ്സിലായിരിക്കുന്നു. വർക്കല പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം, ഈ പ്രതി സുരേഷിന് ഭക്ഷണം വാങ്ങി, കൃത്യമായി വെള്ളവും ഭക്ഷണവും വാങ്ങിക്കൊടുത്ത് സൗഹൃദത്തിലേറെ നേരം കുടുംബകാര്യമൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷമാണ് തക്കം കിട്ടിയ നേരത്തിന് ഈ ഫോണും ഈ ബൈക്കും മോഷ്ടിച്ച് മുങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഉത്തരവാദിത്വം ഇപ്പോൾ സുരേഷിൻ്റെ തലയിലായിരിക്കുന്നു എന്ന് വേണം പറയാൻ. കാര്യം ഈ ബൈക്ക് സൂക്ഷിച്ചിരുന്ന നഗരസഭയുടെ പാർക്കിംഗ് ഏരിയയുടെ സൂക്ഷിപ്പുകാരനാണ് ഈ സുരേഷ്. അതോടൊപ്പം തന്നെ ആ സുരേഷിൻ്റെ സ്വന്തം ഫോണും നഷ്ടമായിരിക്കുന്നു. എന്തായാലും പോലീസിന് ഇയാൾ ആരാണ് എന്ന് സംബന്ധിച്ച് ഏറെക്കുറെ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിനെ കണ്ടെത്തി ലൊക്കേറ്റ് ചെയ്ത് പിടികൂടാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ വർക്കല പോലീസ്. ശരി, ഗോപാൽ ശീലാസനിലാണ് വിവരങ്ങൾ നൽകിയത്.